ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ആലുവയ്ക്കടുത്ത് ചൊവ്വര എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ ആലുവയിൽ നിന്നൊരു 6 കിലോമീറ്ററൊക്കെ വരുമായിരിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഒരു 100 മീറ്ററൊക്കെ വരുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഒരു പുതിയ ക്ഷേത്രം വന്നിട്ടുണ്ട്. ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അവിടെ, പക്ഷെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ്. ഇവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോകണം. ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. അപ്പം ഗേറ്റിൻ്റെ അവിടെ തന്നെ പുള്ളി നമുക്ക് പറഞ്ഞൊക്കെ തന്നു. നേരെ പോയി റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ പണി നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് അവിടേക്ക് കയറുമ്പോൾ തന്നെ കിട്ടും. ഞങ്ങളിവിടെ ക്ഷേത്രത്തിലെത്തി. വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇന്ന് തിരക്കൊട്ടുമില്ല, വണ്ടികളൊന്നുമില്ല, അവിടെ പാർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. പിന്നെ ഇത് 7 ഏക്കറിലുള്ള ഒരു ക്ഷേത്രമാണ്. 7 ഏക്കറുണ്ട്. ഭയങ്കര അതിവിശാലമായ കോമ്പൗണ്ടും ഒക്കെ ഉണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റി. പ്രധാനമായിട്ടും ആദിപരാശക്തി, പിന്നെ വിഷ്ണു ഭഗവാനും ശിവകുടുംബവും ഉണ്ട്. ചെറിയ ബോർഡില്ലേ, ഇത് ദർശനക്രമം. ഇവിടെ ദർശനം നടത്തുന്നതിന് ഒരു സീക്വൻസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം എവിടെ തൊഴണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെ, അങ്ങനെ ഒരു ക്രമമുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ബോർഡ് എഴുതി വച്ചിരിക്കുന്നതാണ്. ആദ്യം ഒരു മൂലഗണപതിയെയാണ് തൊഴുവേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സബ് ഡയറ്റീസ്, പിന്നെ കുറേ ചെറിയ ചെറിയ ഇതൊക്കെയുണ്ട്. ഒരു 10-15 അല്ല, അതിൽ കൂടുതൽ ഉപദേവന്മാരുമുണ്ട്. അതായത് മെയിൻ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഈ ഉപദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠ. കുറേ സമയം എടുക്കും നമ്മൾ ശരിക്കും ഇവിടെ തൊഴുത് കഴിയാനായിട്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഞാനൊരു തട്ടമാണ് മേടിച്ച് സമർപ്പിച്ചത്. ദേവിയെ തൊഴുതതിന് ശേഷം അതിൻ്റെ പുറകിലായിട്ടാണ് ഈ ഉപദേവന്മാരുടെ, അതായത് നാഗരാജാവുണ്ട്, നാഗയക്ഷി, ആദിത്യൻ, പഞ്ചമുഖ ഹനുമാൻ, ഏകമുഖ ഹനുമാൻ, അങ്ങനെ ഭദ്രകാളി, അങ്ങനെ കുറേ ഉപദേവന്മാരുണ്ട്. അതാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടോ. ഞാൻ അതിൻ്റെയൊക്കെ പേര് മാത്രം, അതിൻ്റെ പുറത്തുള്ള പേര് മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തുള്ളൂ. നമ്മൾ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഈ കാണുന്നതിൻ്റെ പുറകെ, ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകെ കാണുന്നതൊക്കെ ഒരുപാട് ഉപദേവന്മാരുടെ ഇങ്ങനെ നിരത്തി ഓരോ ചെറിയ ചെറിയ ശ്രീകോവിലാണ്. അത് കഴിഞ്ഞ് അവിടെ എല്ലാം തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഓഫീസ്, ഈ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഓഫീസ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് തന്നെ അപ്പുറത്തെ സൈഡിലുള്ള വിഷ്ണു ക്ഷേത്രത്തിലേക്ക് കടക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത്, ഇത് അതിൻ്റെയൊക്കെ ബാക്ക് സൈഡാണ്. പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അതിൻ്റെയും പുറകിലായിട്ട് കുറേ ഉപദേവന്മാരുടെ ചെറിയ ചെറിയ ശ്രീകോവിലുകളുണ്ട്. അവിടെ കൃഷ്ണനും രാധയും അതുപോലെ തന്നെ ഗണപതി ചെറിയ ഇതായിട്ടൊക്കെ ഒരുപാട് ഇതുണ്ട്. 5-6 പ്രതിഷ്ഠകളുണ്ട്. കാണുന്നതാണ് ഇതെല്ലാം കണ്ടോ. ഈ ചെറിയ ചെറിയ ശ്രീകോവിൽ കാണിച്ചിരിക്കുന്നത് ഉപദേവന്മാരാണ്. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഉപദേവന്മാരാണ്, കണ്ടോ. വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് ഉപദേവന്മാരെയൊക്കെ തൊഴുതതിന് ശേഷമാണ് ശിവൻ്റെ പ്രതിഷ്ഠ, ശിവകുടുംബമാണത്. ശിവൻ്റെ പ്രതിഷ്ഠയുള്ള, ശിവനും പാർവതിയും അവരുടെ മക്കളും ഒക്കെയുള്ള ഒരു ശ്രീകോവിലാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശിവക്ഷേത്രത്തിൽ ഓവ് മുറിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓവ് കടന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ആൾ പറഞ്ഞു, അങ്ങനെ കുഴപ്പമില്ല, ഇത് ശിവകുടുംബം ആയതുകൊണ്ട് ഓവ് മുറിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കുന്നതൊന്നും വിഷയമല്ല, ഫുള്ളായിട്ട് പ്രദക്ഷിണം വെച്ചോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ റൗണ്ടായിട്ട് നമ്മെ പ്രദക്ഷിണം വെച്ചു.
ഏറ്റവും ലാസ്റ്റാണ് ശിവകുടുംബം തൊഴുമേണ്ടത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഇവിടുത്തെ ഗണപതിക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു മൂഷികൻ, ഗണപതിയുടെ വാഹനമായ എലിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഫ്രണ്ടിൽ തന്നെ. അവിടെ മറ്റേ നമ്മുടെ തണ്ണിമത്തനാണ് അതിൻ്റെ പ്രധാന വഴിപാടെന്ന് തോന്നുന്നു, ഈ മൂഷികന്. എന്തായാലും നമുക്ക് പ്രസാദം കിട്ടിയതിൻ്റെ കൂടെ തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. 7 ഏക്കറിൽ ഭയങ്കര ശാന്തമായ അന്തരീക്ഷത്തിലാണ്. നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ അവിടെ നിന്ന് കിട്ടിയ പോലെ നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷവും കൂടിയാണ്, തിരക്കുമില്ല, വളരെ നല്ലതാണ്. അങ്ങനെ തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ആലുവ ഇപ്പോൾ ഒരു പിൽഗ്രിം സെൻറ്റർ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരു മഹാസംഭവമാണ് ഈ ക്ഷേത്രം തന്നെ. തിരുവൈരാണിക്കുളം 12 ദിവസം തിരുവാതിരയ്ക്ക് നട തുറക്കുന്ന ക്ഷേത്രമാണ്. ഭയങ്കര തിരക്കാണ് അവിടെ. അതുപോലെ തന്നെ ദേശത്ത് ദത്താത്രേയ ക്ഷേത്രം, ആ റൂട്ടിൽ തന്നെയാണ് ചൊവ്വര ഈ ക്ഷേത്രവും വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും ഒന്ന് പോയി ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ്.